വിദ്യുതിന് സംഭാവന പെട്ടിയുടെ പൂട്ട് തകർത്ത് മോഷണ ശ്രമം നടത്തിയ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ കക്കാട് സ്വദേശി മുജീബാണ് പിടിയിലായത്. ചുങ്കത്തറയിൽ പട്ടാപ്പകൽ ടൗണിലെത്തിയ കാട്ടുപന്നി കടയ്ക്കുള്ളിൽ ഓടിക്കയറി ഭീതി സൃഷ്ടിച്ചു. 3 കടകൾക്കുള്ളിലേക്കാണ് പന്നി കയറിയത്. കടയിലുണ്ടായിരുന്നവർ പന്നിയെ കണ്ട് അമ്പരന്നു. കടകളിൽ നിന്നിറങ്ങിയ പന്നിയെ പിന്നെ റോഡിലൂടെ ഓടിക്കുകയായിരുന്നു. പന്നിയുടെ വരവ് കണ്ട് കാൽനടയാത്രക്കാർ ഓടിമാറി. കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശന വിലക്കുണ്ടായിരുന്ന പ്രതി ജില്ലയിൽ പ്രവേശിച്ചതിന് അറസ്റ്റിലായി. വിവിധ കേസുകളിൽ പ്രതിയായ വേങ്ങര കണ്ണാടിപ്പടി മണ്ണിൽ വീട്ടിൽ അനിലാണ് പിടിയിലായത്. പുഴയോരവും പൊതുതോടുകളുമെല്ലാം കയ്യേറി പറമ്പാക്കി മാറ്റുന്ന രീതി കൂടി വരുന്നു. തിരൂർ പുഴയോരം, ഭാരതപ്പുഴയോരം, കനോലി കനാൽ ഇവയിലേക്കെല്ലാം എത്തുന്ന തോടുകൾ എന്നിവയെല്ലാമാണ് ഇത്തരത്തിൽ പലയിടത്തും കയ്യേറിയിട്ടുള്ളത്. കയ്യേറ്റം നടത്താൻ കരാർ ഏറ്റെടുക്കുന്ന സംഘങ്ങളുണ്ടെന്നാണ് വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് മതിൽ കെട്ടിയാണ് കയ്യേറ്റം നടത്തുന്നത്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക നഴ്സുമാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. 2 പേർ ജോലി നിർത്തി. ഒഴിവുകളിലേക്ക് പുതിയ നിയമനം നടത്തിയിട്ടില്ല. ആശുപത്രിയിൽ ജീവനക്കാർക്ക് ഇരട്ടി ജോലിയാണുള്ളത്. ആശുപത്രി പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നാണ് ജീവനക്കാരുടെ പരാതി. വളാഞ്ചേരി അഗ്നിരക്ഷാ നിലയം നിർമ്മാണം വൈകുന്നു. അഗ്നിരക്ഷാ നിലയത്തിനുള്ള ഭൂമി റവന്യൂ വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ട് കാലം ഏറെയായെങ്കിലും കെട്ടിട നിർമ്മാണം ഇനിയും തുടങ്ങിയിട്ടില്ല. കഞ്ഞിപ്പുര ദേശീയപാതയോരത്ത് പഴയ CI ഓഫീസിന് സമീപം 42 സെന്റ് സ്ഥലം അഗ്നിരക്ഷാ നിലയത്തിനായി കണ്ടെത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ പുൽക്കാട് മൂടി കിടക്കുകയാണ്. മച്ചിങ്ങൽ ബൈപ്പാസിൽ റോഡിൽ ഓയിൽ വീണ് ഇരുചക്രവാഹനങ്ങൾ തെന്നി വീണ് യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു. പരിക്കുപറ്റിയ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മച്ചിങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിലെ ഇറക്കവും വളവും ചേർന്ന ഭാഗത്ത് 100 മീറ്ററോളം നീളത്തിലാണ് ഓയിൽ പരന്നൊഴുകിയത്. കരിയോയിലുമായി പോയ ലോറിയിൽ നിന്നാണ് ഓയിൽ വീണത്. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ നഗരസഭ കുടുംബശ്രീക്ക് കീഴിൽ പുളിക്കക്കടവ് പ്രവർത്തനം ആരംഭിച്ച ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടി. നഗരസഭ 7 മാസത്തെ വാടക നൽകാത്തതിനെ തുടർന്ന് കെട്ടിട ഉടമയാണ് ഹോട്ടലിന് ഷട്ടറിട്ടത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. ഷൊർണൂർ മുതലാണ് കാലുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.